ഹലോ. അപ്പോൾ ഞാനും ഗൗരിയും കൂടിയിട്ട് അമ്പലത്തിലേക്ക് പോവാം കേട്ടോ. ഒന്ന് പെട്ടെന്നുള്ള തോന്നലായിരുന്നു. കുറേ ആയി വിചാരിക്കണം, കുറേ ആയി അമ്പലത്തിൽ പോയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയത് വൈകുന്നേരം സമയം കേട്ടോ. അത് അപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. റോഡൊക്കെ നല്ല ഫ്രീ ആയിട്ട് കിടക്കാണ്. എനിക്കാണെങ്കിൽ ചുരിദാറൊക്കെ ഇട്ട് ജിമിത്തിക്കമ്മലൊക്കെ ഇട്ട് നടക്കുന്ന അങ്ങനെ ഒരു സ്റ്റൈലൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. സാധാരണ നമ്മളിവിടെയൊക്കെ വിഷുവിന് മുന്നേ കണിക്കൊന്ന പൂത്ത് തീരാറുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ വിഷു കഴിഞ്ഞിട്ട് നല്ല പൂത്തല്ല ഞങ്ങനെ നിൽക്കുകയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ അമ്പലത്തിലെത്തിയിട്ട് ഞങ്ങൾ തൊഴുതു കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. കുറേ നേരം ഞങ്ങൾ അങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ്. പിന്നെ ഇതിനൊരു കഥയുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ കാണുന്ന കല്ലുണ്ടല്ലോ, ഈ കല്ലെടുത്ത് നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം പറഞ്ഞ് ഇതൊരു 3 വട്ടം വലം വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നടക്കുന്നൊരു മിത്തുണ്ട് കേട്ടോ. സത്യമാണോന്നും അറിയില്ല, എന്നാലും ഞാനും ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് പായസമൊക്കെ കിട്ടി, അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ നിന്നു. അവിടെ നിന്ന് ഇറങ്ങാനായപ്പോഴാണെങ്കിൽ ബാക്കി ഉണ്ടായിരുന്ന പായസം കൂടി മക്കളെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളി പറഞ്ഞിട്ട് അടുത്തൊരു ചേട്ടൻ ഞങ്ങൾ തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചായ കുടിക്കാനാണ് പോയത്. പിന്നെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ചായ മസ്റ്റ് ആണല്ലോ. അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കുറച്ച് നേരം അങ്ങനെ ഒരു കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഹോസ്റ്റലിൽ എത്തിയപ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ടായിരുന്നു. ഇനി നേരെ മെസ്സിൽ പോയിട്ട് ഫുഡ് വാങ്ങി വരണം, കഴിക്കണം, കുറച്ച് എഴുതാനുണ്ട്.